ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 7 8ാമത്തെ എപ്പിസോഡിന്റെ റോസ്റ്റിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇത്. ആൻഡ് എനിക്കറിയാം ഇതൊരു ഇത്തിരി ലേറ്റ് എന്നുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് സ്റ്റാർട്ടായ അന്നോട്ട് രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. കാര്യം രാത്രിയിലായിരുന്നു നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്, തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ സകലമാന പരിപാടിയും ചെയ്യുന്നത് രാത്രിയിലാണ്. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പം ഇന്നലെ കൂടി ഞാൻ ഉറങ്ങാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തൊട്ട് ഞാൻ ഹാലൂസിനേറ്റ് ചെയ്ത് തുടങ്ങിയേനെ. അതുകൊണ്ട് ഇന്നലെ രാത്രി കിടന്ന് നമ്മൾ അങ്ങ് ഉറങ്ങിയത്. പിന്നെ അല്ല, അപ്പം ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം. അതിന് മുന്നേ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ടീം എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാര്യം മറ്റൊന്നുമല്ല, ലാലേട്ടന് രേണുസുതിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രം എന്തോ ഒരു ചെറിയൊരു പതർച്ച, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ വിഴുങ്ങിയിട്ട് ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി പോകാൻ പാടില്ല. എന്ത് ലാലേട്ടന് പേടിയോ? അതോ ബിഗ് ബോസിന്റെ ടീം പറഞ്ഞു കൊടുത്തോ ലാലേട്ട അങ്ങാണം കയറി പോരുത്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം നിന്ന് കത്തും. ബിഗ് ബോസ് ഷോയ്ക്കെതിരെ സമരമുറകളുമായിട്ട് ആൾക്കാർ ആഹ്വാനം ചെയ്യും. രേണുസുധ കുറെ സ്ലീപ്പർ സെൽസ് പുറത്തുണ്ടല്ലോ, അതുകൊണ്ടാണോ നടത്തില്ല? അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്താണെങ്കിലും നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം സുഹൃത്തുക്കളെ. ആദ്യം തന്നെയാണെങ്കിൽ ലാലേട്ടൻ എലിമിനേഷൻ ആണ് ആദ്യമേ നടത്തിയത്. അപ്പൊ നോമിനേഷനിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആദ്യം എണീപ്പിച്ച് നിർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഈ ചോദിക്കുന്നതിൽ ആദ്യം ഈ നെവിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ആർക്ക് ശരിയാവില്ല? ഇവരുടെ മാനസിക നില തെറ്റിപ്പോകും. ഇവരുടെ മാനസിക നില തെറ്റിപ്പോകുന്നു. സത്യം പറഞ്ഞാണല്ലോ, നെവിൻ ഭയങ്കര എന്റർടൈനർ ആണ് കേട്ടോ. നെവിന്റെ ഒരു ഗെയിം സത്യം പറഞ്ഞാൽ ഒരു ഹൗസിനകത്ത് നമ്മൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കാര്യം നമ്മുടെ റിയാസ് സലീം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരുന്നല്ലോ. ഇത് റിയാസ് സലീമിനെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് ഗെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആയിരിക്കും ചിലപ്പോ നെവിൻ. എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങൾ കാണാം. ബാക്കിയേക്കാം. കൂടുതൽ ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടമാണോ? അവരുടെ മാനസിക നില ശരിയാകുമ്പോഴേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ നല്ല മീറ്ററിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇച്ചിരി ലൈറ്റ് വെർഷനിലാണ് ലാലേട്ടൻ നോക്കിയേക്കുന്നത്. എനിക്ക് ലാലേട്ടന് വിശ്വാസമുണ്ട്. എനിക്ക് എന്നെ വിശ്വാസമില്ല. പിന്നെ അല്ല, ആ ലൈറ്റ് വെർഷൻ ഒരു ഇച്ചിരിയും കൂടെ പൊടിക്ക് ഇച്ചിരി മീറ്റർ പീരിയെ കൂട്ടിയിട്ടുണ്ട് ലാലേട്ടൻ. പുറത്ത് പോകത്തില്ല എന്ന് തോന്നുന്നു. ആണല്ലേ? എന്താ അങ്ങനെ തോന്നാൻ കാര്യം? കാരണം ഞാനിവിടെ വന്നിട്ടുള്ളത് എന്റെ ഒരു നിലപാടുകളിലൂടെ വളരെ ജെന്യൂനായിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. പറഞ്ഞ ഒരു അക്ഷരം പോലും തെറ്റിയിട്ടില്ല. ആദ്യം തന്നെ എവിക്റ്റ് ആയി പോയിട്ടുള്ളത് ഇതേ മുൻഷി രഞ്ജിത്ത് തന്നെയായിരുന്നു സുഹൃത്തുക്കളെ. പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊന്നും ഏകദേശം ഒന്നും അറിയില്ല എങ്ങനെയാണ്. ഞാനും ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ. ഇതാരെയോ കുത്തിപ്പറയുന്നത് പോലെ ഇല്ലാതില്ലേ. കാര്യം പറ്റുന്നില്ല, ഞാനും ഫസ്റ്റ് ടൈമാണ് ബിഗ് ബോസിൽ. അപ്പോൾ അതുകൊണ്ട് പുറത്ത് എങ്ങനെ എന്താണെന്നുള്ളത് അറിയത്തില്ല എന്നുള്ളത്. ആ ഹൗസിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരാൾ ഒഴികെ, ആര്? ജിസേൽ തക്കര. അപ്പൊ നമ്മുടെ ചക്കരക്കുട്ടിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഹിന്ദി ബിഗ് ബോസിൽ നിന്നാണ് നേരെ ഇപ്പൊ മലയാളത്തിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ ബിഗ് ബോസ് ആണ് നമ്മുടെ ജിസേൽ തക്കരയുടെ. അപ്പൊ ജിസേൽ തക്കരനെ ഒരു ഇത്തിരി കുത്തിപ്പറഞ്ഞതല്ലേ? ആദ്യമേ വലിയ ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞൊക്കെ നിർത്തി. ആദ്യമേ വലിയ ഡയലോഗ് അടിച്ചിട്ടൊക്കെ ഇപ്പൊ എന്തു പറയാ കൊച്ചാ ഈ പറയുന്നത്? ഏതായിരുന്നു സത്യത്തിൽ ലാലേട്ടൻ ഉദ്ദേശിച്ചത്? പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഫിൽട്ടർ ഒക്കെ ചെയ്തിട്ടാണ് ഈ രീതിയിൽ ലാലേട്ടൻ പറയുന്നത്. എന്താ പറയാനുള്ളത്? രണ്ടായാലും സന്തോഷം. അങ്ങനെ പറയാൻ പറ്റില്ല. ആഗ്രഹം എന്താ വേണം പറയൂ. ഗെയിം കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം. അങ്ങനെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് പറയൂ. എന്തൊരു വിനയത്തോടു കൂടിയാണ് ലാലേട്ടൻ രേണുസുധിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അതാണ് രേണുസുധിയുടെ പവർ. ഞാൻ ഇന്ന് മുതൽ രേണുസുധി ഫാനാണ് സുഹൃത്തുക്കളെ. പിന്നെ അല്ല, രേണുസുധിക്ക് ജയ്. ഞാനും രേണുസുധിയുടെ PR ആണ്. രേണുസുധിക്ക് ജയ്. ലാലേട്ടൻ പോലും രേണുസുധിയുടെ മുന്നിൽ പേടിച്ച് നിൽക്കുകയാണ്, വിറച്ചിരിക്കുകയാണ്. പറഞ്ഞിട്ട് വരാം. യാത്ര പറഞ്ഞോളൂ എല്ലാവരോടും. ഇത് ഇവിടെ മുൻഷി രഞ്ജിത്ത് ആണെങ്കിൽ യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഒരു ഒറ്റ ഓട്ടാണ്. ഒരാളുടെ മുഖത്തോലും നോക്കുന്നതിൽ എല്ലാ ആൾക്കാരും പറയും ചേട്ടാ ഒന്ന് നിൽക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇച്ചിരി വായ്ത്താളം അടിച്ചിട്ടൊക്കെ പോകുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കുന്നില്ല. പോടാ, ഞാൻ നിന്നോടൊന്നും മിണ്ടത്തില്ല, ഞാൻ കൂട്ടുകെട്ടിന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ട് സ്റ്റോർ റൂമിന്റെ സൈഡിലോട്ട് പോവാണ്. അവിടെ ആരുടെ ഷൂ വെക്കാനോ എടുക്കാനോ പിടിക്കാനോ എന്തോ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു, നമ്മുടെ വലിയ മുതലാളി പറഞ്ഞു, എടാ മോനെ അത് നോക്കാം, ഇനി പോരെന്ന് പറഞ്ഞു. ആ രംഗം നിങ്ങൾ കണ്ടോ? എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരും. അതെ, അങ്ങനെയാണ്. ബ്ലിങ്ക് ബ്ലിങ്ക് ബ്ലിങ്ക്. അവിടെ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കണ്ടെന്നൊക്കെയാണ് അവിടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാര്യം ഫസ്റ്റ് വീക്ക് ഇവർ പുറത്തായിട്ട് വരുവാണ്, അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നല്ല രീതിയിലൊക്കെ തന്നെ വരായിരുന്നു. പുള്ളി ഇമോഷൻ ഹൈഡ് ചെയ്യാനാക്കൊണ്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടുള്ളത്? എല്ലാ ഇമോഷൻസും അവിടെ പുറത്താവും. പക്ഷേ ഈ അനിമോളുടെ കൂട്ട് ഈ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കരച്ചിലോളിയായിട്ട് മാറണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഇമോഷൻസ് ഒക്കെ പുറത്താവില്ല ആ ഒരു ഹൗസിനകത്ത് പോകുമ്പോഴത്തേക്കിന്. പുള്ളി അത് ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നന്നായി പുള്ളി പുറത്തായത്. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, പെട്ടെന്ന് പഴക്കത്തിന് കൊടുത്തിയത് അടയ്ക്കണ്ട കേട്ടല്ലോ, അടയ്ക്കണ്ട. ഏത് നിമിഷം ഇനിയും പൊട്ടാം. ശവത്തെ കുത്തുന്നോടാ പട്ടി. ഇത് എവിക്റ്റ് ആയിട്ട് പോവാണ്. വണ്ടർലൈനിൽ ടൂറൊന്നും പോവല്ല. പടക്കത്തിന് തിരി കൊളുത്തിയില്ല, അത് കെടുത്തണ്ട. ഇനി കെടുത്തിയാൽ എന്തുവാ, പടക്കം പൊട്ടിയാൽ എന്തുവാ, ഹൗസിന് വെളിയിലായി. ഇവനൊരു ബോധമില്ലേ? എന്തൊക്കെയാ പറയണേ? രഞ്ജിത്ത് പുറത്ത് പോയി എന്ന് വെച്ച് എവിക്ഷൻ കഴിഞ്ഞു എന്നർത്ഥമില്ല. ഇനി കൂടുതൽ ആൾക്കാർക്ക് പോകാം. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, ചിലപ്പോൾ ഇന്ന് ഒരാളെയും കൂടെ എവിക്റ്റ് ആകുന്നു. കാര്യം 7ന്റെ പണിയാണല്ലോ. പക്ഷെ നമ്മളെല്ലാവരും പറ്റിച്ച് ആരെയും പുറത്തൊന്നും ആക്കിയൊന്നുമില്ല.
പക്ഷെ ഇവരെ നിർത്തിയിട്ടാണെങ്കിൽ കുറച്ച് ഭീകരമായിട്ടൊരു ടെൻഷൻ നിലനിർത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ലാലേട്ടൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അനുമോളും ശൈത്യയാണെങ്കിൽ സേഫ് ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെ അവിടെ ഇരുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ബ്രേക്ക് പോവാണ്. അതാണ് ശൈത്യ അനുമോളും സേഫ് ആയെന്നുള്ള ലാലേട്ടൻ പറഞ്ഞ് അവരെ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ശൈത്യ ഇരുന്ന് കരയുക. എന്തിന്? അതെന്തിനാന്നുള്ള എനിക്ക് മനസ്സിലാവാത്ത. അനുമോളുടെ കൂടാണല്ലോ ഇരുത്തത്. ഇനിയിപ്പോൾ അനുമോളുടെ ആ ഒരു മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറയുന്നത് പോലെ അനുമോളുടെ ആ ഒരു കരച്ചിൽ ഓളിത്തരം നമ്മുടെ ശൈത്യക്കും കൂടെ കിട്ടിയതായിരിക്കുമോ എന്നാണ് നമുക്കറിയത്തില്ല. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അനുമോളെക്കാട്ടിൽ വലിയ രീതിയിൽ കരച്ചിൽ മെഴുകാനെ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ശൈത്യക്ക് സാധിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാണാം. ഇങ്ങനെയൊക്കെ പറയുന്നേ എന്തൊരു ഡ്രാമയാണ് ഹേ, എനിക്ക് മനസ്സിലാവില്ല. അവിടെ നെവിൻ ഇരുന്ന് പറയാണ് ഓക്കെ നമ്മളാണെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ പോകേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും. അപ്പൊ ശൈത്യ പോണ്ട ചേച്ചായി പോണ്ട, ഞാൻ മിണ്ടത്തില്ല. എന്റെ പൊന്നടാവേ എന്തായിരിക്കും എക്സ്പ്രഷൻ? ബൈ ഞാൻ ചന്ദനമണി ഇടൂ. മാണ്ട എന്ത് മാണ്ടാന്ന് എന്ത് മാണ്ടാന്ന ഈ പറയുന്നത്? അരിത്തി കൊച്ചു പിള്ളേർ പോലും ഇത്രയും അരിത്തി ഒന്നും കൊഞ്ചത്തില്ല കേട്ടോ. അവിടെ പുള്ളിക്കാരി സേഫ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ടും നിന്നങ്ങ് കരയാണത്. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണെങ്കിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 കംപ്ലൈന്റ് ബോക്സ് ആണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനീഷിന്റെ പേര് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അനീഷിന്റെ പേര് പ്രത്യേകം കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് അനീഷ് എന്നും കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് അതേഷ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അനീഷിനെതിരെ ആണെങ്കിൽ ഉള്ള ആ ഒരു കംപ്ലൈന്റ് ആണ് ഈ സംഭവം ലാലേട്ടൻ വായിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ആദില നൂറയുടെ കംപ്ലൈന്റ് ആണ് എടുക്കുന്നത്. അതിൽ ഈ പറയുന്ന പോലെ അനീഷിന്റെ ആണെങ്കിൽ ഒറ്റപ്പെടൽ, ഈ ആൾക്കാരെന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ ഒറ്റപ്പെട്ട് മാറി ഇങ്ങനെ പോകുമല്ലോ, അതിനെക്കുറിച്ചാണ് ആദില നൂറയൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ട് അനീഷ് പറയുന്ന കാര്യം കേൾക്കാം. ഈ വീട്ടില് ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തിരിക്കുന്ന ആള് ഞാനാണ്. സത്യം, അത് സത്യമാണ് കേട്ടോ. എല്ലാ ആൾക്കാരുമായിട്ട് പോയിട്ട് അവരാധം എല്ലാവരുടെ മുന്നിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പട്ടിത്താറ്റി കിട്ടുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാനൊരു റീൽ കണ്ടാണ്, പരേഡ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെ തല മണ്ടേക്കോട്ട് നോക്കിയിട്ട് നേരെ ഒരൊറ്റ നടത്തും, ആരെന്ത് പറഞ്ഞാലും നോക്കൂലൂടെ. അമ്മാതിരി പരിപാടി എല്ലാവരും മിങ്കിൾ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. എന്റെ നാടിന്റെ പേരടക്കം അത് എവിടെയാണ് ലൊക്കേഷൻ തുടങ്ങി ഇവിടെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്നെ കുറിച്ചുണ്ട്. അത് പറ, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാം. ഇനി ഇവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൗസിന് വെളിയിൽ ഇറങ്ങിയിട്ട് നാട്ടിൽ കയറി വന്ന് വീട്ടിൽ കയറി അടിച്ചാലോ ആ പേടി എന്തായാലും തീർച്ചയായും കാണുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആദില നൂറയുടെ അടുത്താണെങ്കിൽ ലാലേട്ടൻ പിന്നീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കംപ്ലൈന്റിന് പുറത്തുള്ള മറ്റെന്തോ കൂടി കംപ്ലൈന്റ് ഉണ്ടല്ലോ. ലാലേട്ടൻ അവിടെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് അനീഷിനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു സാധനമാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറ അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂസ് അറിയാം, തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊണ്ടുപോയി അങ്ങനെ കുറേയൊക്കെ പുറത്ത് ഉണ്ടായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനീഷാണ് ഇവരെ ഭയങ്കര ഉപദേശമാണ്, നിങ്ങൾ വീട്ടുകാരുമായിട്ട് ഒത്തുചേരണം, നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, വീട്ടുകാർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇല്ല നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് കാണിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവരൊരു റെസ്പെക്ട് ഇല്ലാത്തില്ല. കാര്യം അവരുടെ പേഴ്സണൽ കാര്യത്തിലോട്ട് കൈ കടത്തിക്കൊണ്ട് അവിടെ മറ്റേ നന്മമരം ആവാനെ കൊണ്ട് ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ബോസിന് കഴിയുമെങ്കിൽ അവരുടെ ഫാമിലി അവരായിട്ട് യോജിപ്പിക്കാനായിട്ട് നോക്കുക. ഇത് പ്രൊമോയിൽ പറഞ്ഞതല്ലേ, ലാലേട്ടൻ പറഞ്ഞതല്ലേ, നന്മ മരമേ. അനീഷ് ഇത്രയും ദിവസമാണെങ്കിൽ ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ഓഫ് ദി ബിഗ് ബോസ് സീസൺ 7 ആയതിനു ശേഷം ഇപ്പൊ നന്മമരം അവനെ കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവരുടെ വീട്ടിലാണെങ്കിൽ കുടുംബത്തെ ഫാമിലി ഈ പറയുന്ന ബിഗ് ബോസ് ഏക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇതിന് ലാലേട്ടൻ കൃത്യമായിട്ടൊരു മറുപടി അനീഷിന്റെ അണ്ണാക്കിലിട്ട് അമിട്ട് പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഒരു വലിയൊരു നാടകം കളിക്കായിരുന്നു ആദ്യം ആ സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആ ഒരു സിറ്റുവേഷനെ അവർ കടന്നു വന്നേക്കുന്ന നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അത് മനസ്സിലാക്കാതെ അതിനെ കുത്തിയിട്ടാണെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്ത് ബാക്കി എന്ത് കാര്യം അനീഷിന്റെ ഗെയിം പ്ലേ ഒക്കെ ചെയ്തിട്ട്, പക്ഷെ അതിനകത്തോട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് പറയാണ് അത് നാടകം കളിക്കായിരുന്നുള്ള, അതിൽ അവിടെ കരഞ്ഞതോ അല്ലെങ്കിൽ ആ സാധനങ്ങൾ പൊട്ടിത്തെറിച്ചൊക്കെ നാടകം കാണിക്കുന്നുള്ള വളരെ ജെന്യൂനായിട്ട് ഏതൊരു മനുഷ്യനാണെങ്കിലും തോന്നുന്ന കാര്യമല്ലേ. ഇതിന് ലാലേട്ടൻ കൊടുക്കുന്ന മറുപടി കേട്ടോ. വിവാഹമോചനം അതിനെക്കുറിച്ച് ആളുകൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും. അത് വന്നിട്ട് ഞങ്ങൾ കോംപ്രമൈസ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാനസിക അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ സാധ്യത? അതാണ് ലാലേട്ട പട്ടസ ഹെഡ് ഷോട്ട് അനീഷിന്റെ അണ്ണാക്കിലല്ല അന്നനാളത്തിലിട്ട് അമിട്ട് പൊട്ടിച്ചൊരു ചോദ്യമായിരുന്നു ലാലേട്ടനത്. കാര്യം ഇയാള് ഡിവോഴ്സ് ആയിട്ടുള്ളല്ലേ, ഈ ഡിവോഴ്സ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ അത് പുറത്തോട്ട് വന്നേക്കാം. അപ്പോഴും ഈ പറയുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ ഫാമിലിയായിട്ട് ഒത്തു പോകണ്ടായോ എന്നൊക്കെ പറയണം കേട്ടോ.
ഇയാൾ ആരാണ്? ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ശരീരത്തിൽ തൊടാനെ കൊണ്ട് എന്ത് അനുവാദമാണ് ഇയാൾക്കുള്ളത്? അന്ന് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആദില നൂറിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ നേരെ പോയിട്ട് കൈ കൊടുക്കാനൊക്കെ ഇവിടെ പോവാണ്. അവർക്ക് താല്പര്യമില്ലാന്ന് പറയാണ്. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും ദേഹത്തോട്ട് തൊടാനെ കൊണ്ട് ഇയാൾ പോകുന്നത്? പറയുന്നത് സ്ത്രീവിരുദ്ധനാണ്, പക്ഷെ സ്ത്രീകളുടെ അടുത്ത് ഇയാൾക്ക് പ്രത്യേകിച്ച് വിരുദ്ധതയൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ്. സാർ, ഞാൻ കിഡ്നാപ്ഡ് ആയിട്ടുണ്ട്, അങ്ങനെ കുറെ ട്രോമാസ് ഉണ്ട്. അതിൽ വന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അത് ഭയങ്കര മോശമായി പോയി അവരുടെ അടുത്ത് എന്ത് ഗെയിമും കാണിച്ചിട്ട്. പക്ഷേ പേഴ്സണലി അവരുടെ ആ ഒരു ഫാമിലി അവർ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് അതിനെ വെച്ചിട്ട് ഒരിക്കലും അത് പറയാൻ പാടില്ല. അതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണത്. നാട്ടിൽ അടുപ്പിക്കില്ല, നാട്ടിൽ വരാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാമർശങ്ങൾ ഇവിടെ നടത്താറുണ്ട്. അപ്പൊ ഇത് ലാലേട്ടനെ ഈ പറയുന്ന അഭിശ്രീയുടെ അടുത്ത് ചോദിച്ചാണ് എനിക്ക് എന്താ പരാതി എന്നുള്ളത്. അപ്പൊ അഭിശ്രീ പറയാണ് നാട്ടിലും വീട്ടിലൊന്നും അടുപ്പിക്കില്ല എന്നുള്ളതാണ് അനീഷ് പറഞ്ഞേക്കുന്നത്. എടാ കണക്കായി പോയി. ഡോക്ടർ റോബിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു, വെട്ടിത്തെറിക്കുന്നു, കൊരവള്ളി വലിച്ചു കീറുന്നു. ഇതൊക്കെയല്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ആരാണെങ്കിലും വീട്ടിൽ കയറണോ എന്ന് ആഗ്രഹിക്കൂല. അത്ര അങ്ങ് വിചാരിച്ച മതി. ഇതിന് അനീഷ് പറയുന്ന മറുപടി കേട്ടോ. ഇവരെല്ലാവരും ഫേക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ എന്റെ വീട്ടിലേക്ക് അടുപ്പിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇവരെന്നെ എന്തുകൊണ്ടോ ഒരു സ്പേസ് മാറ്റി നിർത്താണ്. ഈ കീടാണുക്കളെ കാണുമ്പോൾ ആൾക്കാർ ഇച്ചിരി അകത്ത് നടക്കുന്നത് സ്വാഭാവികമാണ്. 19 പേർക്കും അനീഷാണ് ഏറ്റവും വലിയ വീട്ടിലെ പ്രശ്നം. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കാമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല കേട്ടോ, അങ്ങനെയല്ലടാ. അല്ല, ആരും കണ്ടില്ല കേട്ടോ. നൈസായിട്ട് അങ്ങോട്ട് മാറിയിരുന്നു, മോഹിക്കൂ. എന്തുവാണ്? പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവരെല്ലാരും കൂടെ അനീഷിന് ആവശ്യമില്ലാത്ത ഹൈപ്പുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവർ അനീഷിനെ ലെഗാണ് പറയുന്നുണ്ടെങ്കിൽ കൂടി അനീഷിന് ആവശ്യമില്ലാത്ത കുറെ ഹൈപ്പ് അവിടെ കിട്ടുന്നുണ്ട്. അനീഷേ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കൂടി ഇദ്ദേഹത്തിന്റെ ആൻസർ ഭയങ്കര, നീ എന്നോട് ആരാടാ ഭക്ഷണം ചോദിക്കാന്ന് പഠിച്ചു. ഭയങ്കര ഇതാണല്ലേട്ടാ. അങ്ങനെ പറയുമ്പം തിരിച്ച് പറഞ്ഞു പോകുന്നതാണ് ലാലേട്ട. ഇതിന് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എനിക്ക് അന്നേരം മനസ്സിൽ തോന്നിയ സാധനം തന്നെ ലാലേട്ടൻ പറഞ്ഞു. അയാൾ പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നീ ആരാടാ ചോദിക്കാൻ. ഓക്കെ, അയാൾ ഭക്ഷണം കഴിച്ചോണ്ടെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചോ അപ്പൊ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ശൈത്യയുടെ പരാതി എന്താണെന്നുള്ള ലാലേട്ടൻ ചോദിക്കുന്നത്. അതും അനീഷിനെ കുറിച്ച് തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിനാണെങ്കിൽ ആർട്ടിസ്റ്റുകളെ വിലയില്ല എന്നുള്ള രീതിയിലൊക്കെ അപ്പാനി ശരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ട് ഈ അപ്പാനി ശരത്തിന്റെ അഭിനയമൊക്കെ മോശമാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു മറുപടി അനീഷ് പറയുന്നുണ്ട്. ശരത്തിന്റെ അഭിനയത്തെ കുറിച്ചോ പ്രൊഫഷനെ കുറിച്ചോ ഞാൻ ഒരു അക്ഷരം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരക്ഷരവും പറഞ്ഞിട്ടില്ല. മീൻസ് നിന്റെ പ്രൊഫഷൻ മോശമാണെന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ സത്യത്തിൽ അങ്ങനെ കേട്ടിട്ടില്ല. നിന്റെ പ്രൊഫഷൻ മോശമാണെന്നൊന്നും അനീഷ് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. സെലിബ്രിറ്റീസ് അല്ലേ, ഞാനൊന്നും അല്ല പറഞ്ഞു. അവിടെ ആക്ട് ചെയ്തോണ്ടിരുന്നപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ടാ. ശൈത്യ അവിടെ ചോദിക്കുകയാണ്, പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ അടുത്ത് ശരത്തിന്റെ അടുത്ത് പറയാണ്. ശരത്തപ്പ അതേതായിരുന്നു ഇൻസിഡന്റ്, ഇവിടെ എന്നെ കൂടെ പെടുത്തിയല്ലോ. എന്നിട്ട് കേക്കാം. അതായത് അപ്പൊ ശരത്തിനില്ലാത്തൊരു പരാതിയാണ് എടുത്തിരിക്കുന്നത്. അതെ, ശരത്തിനില്ലാത്തൊരു പരാതിയാണ് ഇവിടെ ശൈത്യ പൊക്കെടുത്തോണ്ടത്. അപ്പം പനി ശരത്താണ്. അല്ല ലാലേട്ടാ, ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടാ വേറൊരു പ്രായങ്ങനട അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തേലൊക്കെ പറഞ്ഞ് മണ്ടക്കടിക്കണമല്ലോ, അതിന് വേണ്ടിട്ട് അങ്ങ് തള്ളി അങ്ങ് കയറ്റി. മോളോട് പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് നിന്ന് താഴെ വന്ന് ഭൂമിയിൽ കാലുറച്ച് നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനുമോളുടെ അടുത്ത് പറഞ്ഞ ആകാശത്തു നിന്ന് താഴോട്ട് ഭൂമിയിൽ ചവിട്ടി നിൽക്കുക എന്നുള്ള സാധനം പറഞ്ഞു. അതിനകത്ത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നും ഇല്ല. അപ്പൊ അനുമോള് പറയുന്നതായിരിക്കും കേട്ടോ. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. പറഞ്ഞോന്നാണ് പറയുന്നത്. ചേട്ടൻ പറഞ്ഞു. പറഞ്ഞോന്നാ പുള്ളി പറയുന്നത്. അതൊരു പരാതിയാണോ? എന്തൊരവസ്ഥയാണ്. അനീഷ് പറഞ്ഞു ഓക്കെ ലാലേട്ടാ ഞാൻ ഈ സാധനങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് അനുമോളുടെ പരാതി പറയുന്നത്. ആ പരാതി ഈ അനീഷ് പറഞ്ഞ ഇതേ സാധനം തന്നെയാണ്. നീ ആകാശത്തും താഴോട്ട് ചവിട്ടി നിൽക്ക്. അപ്പം അനുമോള് പിന്നെ ലാലേട്ടടുത്ത് പറയാണ്, ലാലേട്ടാ അനീഷ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞത്. അതേ ലാലേട്ടാ, അതാണ് എന്റെ പരാതി. അതാണോ പരാതി? അയാൾ പറഞ്ഞല്ലോ. അയാൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ആയി പോയി സുഹൃത്തുക്കളെ. ഇപ്പോഴും ക്ലിയർ ആയില്ലല്ലോ. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞു, അതാണോ പരാതി? മറന്നുപോയ പരാതിയാണ് നമ്മുടെ അനുമോക്ക്. ജിസേലിന്റെ അടിവസ്ത്രം ക്യാമറയിൽ കാണിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ കൊല്ലമുള്ളതാണ് ഇതുപോലത്തെ ഓരോ ജെട്ടി കേസുകൾ. അവിടെ ജിസേലാണെങ്കിൽ നിന്നിട്ട് അയ്യോ പറയരുതേ എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാണിക്കെങ്കിലും ജിസേല് പൂള് കണ്ട അപ്പ പൂളിനകത്താണെങ്കിൽ പൂളിനോട് അങ്ങ് പ്രണയമാണ്. അത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ ജിസേലിന്റെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അയ്യോ പറയരുതേ എടാ അനീഷ് തനിക്കൊരു ഉളുപ്പില്ലടോ, ഇതൊക്കെ വിളിച്ചു പറയാം. പിന്നെ അവിടെ നടന്നേക്കുന്ന ഒരു കാര്യമാണ്, പിന്നെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ ഇതൊക്കെ ഈ ജെട്ടി കേസൊക്കെ പാരറ്റിന്റെ മുകളിലോ തത്തയുടെ മേളിലാണോ വെച്ചത്? അയ്യോ ഈ തത്തമ്മയുടെ മുഖത്ത് നോക്കിയാണോ കഴിഞ്ഞ ദിവസം രേണുസുതി നിന്ന് കരഞ്ഞത്? തത്തമ്മയ്ക്ക് കണ്ണുമില്ല, പിന്നെ ഞാൻ എന്തിനാ ഈ പറയുന്നത്? ആ തത്തമ്മയാണോ രേണുസുതിയെ
അല്ല നമുക്കറിയത്തില്ല കേട്ടോ. പിന്നെ അനുമോളെ ഇതൊക്കെ പിടിച്ച് പൊക്കി കാണിക്കാവോ? ജിസേൽ എന്നെ പറഞ്ഞു അനുമോളോട് അത് ചോദിക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ജിസേലാണ്. ഛേ, ഇതൊക്കെയാണോ ജിസയുടെ ചോദിക്കാൻ പറയുന്നത്? അടിവസ്ത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്താൽ പോരായിരുന്നോ? അത് അനീഷിനെ വിളിച്ചു വരുത്തി ഇത് വലിയൊരു ചർച്ചയാക്കി ഒരു അടിവസ്ത്രത്തിന്റെ പേരിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്ന് ഈ ഒരു ജിസേലിന്റെ അടിവസ്ത്രത്തെ പറ്റിയിട്ടാണ് സുഹൃത്തുക്കളെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥയാണ് ഇത്. കഴിഞ്ഞിട്ട് ലാലേട്ടനാണെങ്കിൽ ഒരു ബ്രേക്ക് വിളിച്ചിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്കിന് ഇതിനെ തുടർന്നിട്ടാണെങ്കിൽ അനുമോളും അനീഷും കൂടെ നിന്നിട്ട് മുടിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാണ്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ അഭിശ്രീ ഇങ്ങനെ കേട്ടിരുന്നിട്ട് അഭിശ്രീ അപ്പം മൈൻഡിലാണെങ്കിൽ മറ്റേ അന്യൻ കയറണമല്ലോ, ഡോക്ടർ റോബിൻ കയറണമല്ലോ. ഡോക്ടർ റോബിനെ ഇങ്ങനെ ആവാഹിച്ചെടുത്തിട്ട് എടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ടാ, ഞാനിപ്പോ പൊട്ടിത്തെറിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ വന്ന് ചാടി കയറി അനീഷിന്റെ അടുത്ത് ഉടക്കാൻ വരികയാണ്. എന്ത് ഷോയാണോ എന്റെ പൊന്ന അഭിശ്രീയെ. എന്ത് ഷോയാണോ അറിയാമല്ലോടേക്ക്, എന്ത് ഷോയാണ് വന്ന അന്ന് തൊട്ട് ഇമ്മാതിരി ഷോയാ കാണിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ആർക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. അടിയടിയ മുൻപ് മറ്റൊക്കെ കുറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ ലാലേട്ടനാണ് വിചാരം. എനിക്ക് വാജേ ഈ പാൽക്കുപ്പിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നാവും കൊണ്ട് അടിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുള്ള കാര്യത്താണ് പിന്നെയും കുഴപ്പമില്ല. അനുമോളും അനീഷും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യം അതിനകത്ത് ഒരാവശ്യമില്ലാതെ ഡോക്ടർ റോബിനെ ഉള്ളിൽ നിന്ന് പ്രവഹിച്ച് പുറത്തോട്ട് എടുക്കണമല്ലോ. ഇത് കണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏതാണ് ഇത് നിർത്തിയിട്ട് നിങ്ങളുടെ പരിപാടി വേണോ, ഏതാണെന്ന് തീരുമാനിക്കാം അഭിലാഷ്. പിന്നെ അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ ലാലേട്ടൻ്റെ അവിടെ ഷോ നടക്കാനിടയ്ക്ക് അതിന്റെ പുറത്ത് ഇയാളുടെ ഇരിക്കോ. അക്ബറിന്റെ നോട്ടം ശരിയല്ല. അത് സത്യമാണ് കേട്ടോ. അനുമോള് പറഞ്ഞൊരു സാധനമാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു ദിവസം റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിനെ റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് ആ ഒരു സാധനത്തിൽ വലിയ ഇത് കൊടുക്കാൻ പോയില്ല. കാര്യം എന്ന് വെച്ചാൽ അനുമോള് പറഞ്ഞ സാറേ ഇയാളുടെ നോട്ടം ശരിയല്ല. എനിക്കറിയാം ഇത് ലാലേട്ടൻ വന്നിട്ട് ഒരു എപ്പിസോഡ് ചോദിക്കുന്നത് അന്നേരം സംസാരിക്കാന്ന് വിചാരിച്ച്. ഇനി നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ സാധനം എന്തോന്നറിയോ, ഇക്ക എന്റെ അടുത്ത് അധികം മിണ്ടാറില്ല, എന്നെ നോക്കുന്നതൊക്കെ ഒരു ദേഷ്യത്തില്ല എപ്പോഴും. ആ നോട്ടം എനിക്ക് ഇഷ്ടമല്ല. ആഞ്ഞോ ചക്കുണുവാവേ എന്നിട്ട് വന്നിരുന്ന് പറഞ്ഞേക്കുന്ന സാധനം നിങ്ങൾ കണ്ടു കാണാൻ ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ അക്ബറിന്റെ നോട്ടം എനിക്ക് ഇഷ്ടമല്ല, എന്നെ നോക്കുന്ന നോട്ടം എനിക്ക് ഇഷ്ടമല്ല. ഇത് കാണുമ്പോൾ ആരാണെങ്കിലും എന്താ വിചാരിക്കുക, അക്ബറിന് ഒരു ഭാര്യ ആണെങ്കിലും ഉള്ളതാണ് അല്ലേ. ഈ കാണുന്ന എല്ലാവരും വിചാരിക്കുക ഓക്കെ അക്ബർ ഒരു സ്ത്രീകളുടെ അടുത്ത് ഈ മോശമായിട്ടുള്ള രീതിയിലാണ് നോക്കുക എന്നല്ല വിചാരിക്കുകയുള്ളൂ. എന്താണെങ്കിലും ലാലായിട്ട് ചോദിച്ചാൽ വളരെ നല്ലതായിരുന്നു തന്നെ. ആൻഡ് എന്തുകൊണ്ടാണ് അക്ബറെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ റൂഡായിട്ട് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്. റൂഡായിട്ട് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ ഇപ്പൊ അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് ഷാനവാസ് നമ്മുടെ അടുത്ത് പറഞ്ഞു. അനുമോൾ പറഞ്ഞു അതായത് ഈ അനുമോളുടെ മറ്റേ ഡോക്ടറിന്റെ ഒരു കേസ് ഉണ്ടല്ലോ, അതിനകത്ത് ഡോക്ടർമാരെ അവഹേളിച്ചെന്നുള്ള സാധനം, അതിനകത്ത് വന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കലിപ്പായല്ലോ. അപ്പം വന്നിട്ട് ഇങ്ങനെ കലിപ്പിച്ച് നോക്കിയ ആ സാധനമാണ് ഇവിടെ അക്ബർ പറയുന്നത്. അപ്പൊ അനുമോള് പറയുന്നത് അങ്ങനെയല്ല, ഇവരെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ നോക്കണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, വായി നോട്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവരെയും കലിപ്പിക്കുമ്പോൾ അനുമോളെ നീ ഡോക്ടർമാരെ ഇങ്ങനെ അവഹേളിച്ച് കൊച്ചു കള്ളി, നീ ഭയങ്കര കുട്ടി ബേബിയാണ്, പക്ഷെ നീ പറഞ്ഞ ഭയങ്കര മോശമായിട്ടോ, നിന്റെ ചിരി കാണാൻ ഭയങ്കര സൂപ്പറാണ്, ഇങ്ങനെ വഴക്കണമെന്നുള്ളതാണ് നമ്മുടെ അനുമോള് വിചാരിക്കുന്നത്. ടാസ്ക് തീർന്നപ്പോൾ ഇവർ ടാസ്കിന് ഔട്ട് ആയപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഉറങ്ങില്ലായിരുന്നു, ഞാൻ ഡ്രാമ ചെയ്യുവായിരുന്നു, അപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. അതിന്റെ ശബ്ദം എന്തോന്ന് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കേട്ട്. കാര്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ പാറമടയൊക്കെ ഉണ്ട്, രണ്ടുമൂന്ന് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മൈനിങ് ഈ പാറ പൊട്ടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്റെ ശബ്ദം വല്ല ആയിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ജിസേലിന് ചെന്നൈയിലിരുന്ന് ചങ്ക് പൊട്ടിയതിന്റെ സൗണ്ട് ആയിരുന്നു ഇങ്ങനെ കേരളത്തിൽ പത്തനംതിട്ട ഇരിക്കുന്ന എൻ്റെ ഈ ചെവി വരെ എത്തിയെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഓക്കെയാണ്, പക്ഷെ എൻ്റെ പൊട്ടി ജിസേലിന്റെ പൊട്ടി. അതാണ് ആ വേദന നമ്മളാരും കാണാതിരിക്കരുത് സുഹൃത്തുക്കളെ. ഞാൻ എന്റെ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് ഹൗസ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയാളുടെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചേട്ടോ. ഇത്ര അപരാധങ്ങൾ അവിടെ കാണിച്ച് കൂട്ടിയിട്ട് ഇത്രയും അയാൾ അതിലൂർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി പവർഫുൾ ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു, കിടിലമായിരുന്നു എന്നൊക്കെ ഇയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇയാൾ അങ്ങനെയല്ല അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ ഒരു കോൺഫിഡൻസ് ബാക്കിയുള്ള ആൾക്കാർ കണ്ടുപഠിക്കണം കേട്ടോ. അതായത് ചെയ്യുന്ന ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിലും വെറുപ്പാണ് ആൾക്കാർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ അടിപൊളിയാണ് കിടിലമാണെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, ദാറ്റ് ഈസ് നൈസ്. കുറച്ച് ടെൻഷൻ ഉണ്ടല്ലേ? എന്താ ലാലേട്ടൻ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, അതിന് ഞാൻ പറയുന്ന കാര്യമല്ല, എന്താ ലാലേട്ടൻ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല, അതിന്റെ ടെൻഷൻ. അല്ല പ്രേക്ഷകരായിരുന്നില്ല എനിക്കൊരു ടെൻഷനും ഇല്ലെന്നേ. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ലാലേട്ട കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാനൊന്നും പറയണ്ട, ചിലപ്പോൾ ലാലേട്ടൻ്റെ തന്തക്കിനി എന്ത് വിളിക്കുന്നുള്ളത് നമുക്ക് അറിയത്തില്ലടേ. അവര് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന കുറവാണെങ്കിൽ ഞങ്ങൾക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇത് ലാലേട്ട പറഞ്ഞിട്ടില്ലേ, അല്ല പ്രേക്ഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് കുറവാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതായത് എലിമിനേറ്റ് ആയി പോവാണെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നതിൻ്റെ പേരില്ല. അഥവാ എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്നെ ആരും തള്ളക്കി വിളിക്കാൻ വരരുതേ, കാരണം ഞാനല്ല പ്രേക്ഷകരാണ്.
എന്തൊരു സൗമ്യതയോടുകൂടി തന്നെയാണ് ലാലേട്ടൻ രേണുസുധിയുടെ അടുത്ത് സംസാരിക്കണേ. എന്ത് തോന്നുന്നു അവിടെ? ചിലപ്പോൾ നിർത്തുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. ലാലേട്ട അറിയില്ല. അത് കൊള്ളാം. അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നല്ലോ. ഒരു അയ്യോ എന്ത് ക്യൂട്ടായിട്ടാണ് ലാലേട്ടൻ ഇരിക്കുന്നത്. അത് കൊള്ളാം. എന്നാ പിന്നെ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നില്ലല്ലോ. ലാലേട്ടൻ എന്ത് പേടിയാണോ, അതും രേണുസുധീനെ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് മുതൽ രേണുസുധി ഫാനാണ്. ജയിലിൽ പോയി ആൾക്കാർക്ക് ആരും എന്തോ ലിബാമൊക്കെ കൊണ്ടിട്ട് കൊടുത്തോ? ആരായിരുന്നത്? ചോദിക്കില്ല കേട്ടാ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ നെവിൻ അനുമോക്ക് വന്നിട്ട് ലിബാം ഇട്ട് കൊടുത്ത. അത് ഞാൻ പെട്ടെന്ന് എൻ്റെ പ്രൊഫഷണലിസം അങ്ങോട്ട് കയറി. അപ്പൊ ആ ലിബാം പഞ്ചാരടിയുടെ പുതിയ പേരാണ് പ്രൊഫഷണലിസം എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. ഇനി നമ്മളെല്ലാവരും കുറച്ച് പ്രൊഫഷണലിസം കാണിക്കണം സുഹൃത്തുക്കളെ. കാര്യം ഇല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ മൂഞ്ചി തെറ്റി സിഗ്ന അടിച്ച് ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും. ആ ഒരു പ്രൊഫഷനെ വളരെ മോശമായി സംസാരിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഓൾറെഡി അവർ ഡോക്ടർ ഉള്ള ഒരാളാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം ഡോക്ടേഴ്സിനെ കുറിച്ച്? അനുമോൾ, ഇത് ഡോക്ടേഴ്സിനെ കുറിച്ച് അന്ന് പറഞ്ഞേക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് ആക്ച്വലി അനുമോൾ അങ്ങനെ അവഹേളിച്ച് അത്ര ഇതാക്കില്ല. ഷാനവാസ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന സാധനമായിരുന്നത്. മനസ്സിലായി. ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇല്ല ശരത്തേട്ടന് വയ്യാണ്ടായിരുന്ന സമയത്ത് ലാലേട്ടൻ ഈ ചോദിച്ചു അനുമോക്ക് മനസ്സിലായില്ലെന്ന്. ഇത് ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, പക്ഷെ അനുമോക്ക് മനസ്സിലായില്ലേ? പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അല്ല, ഇത്ര വലിയൊരു സീരിയസ് ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ വിചാരിക്കണ്ടേ? അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലാക്കാനാണ്? ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് എലിമിനേഷനെ കുറിച്ചിട്ടായിരുന്നു വീണ്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്ന. ബാക്ക് ടു എലിമിനേഷൻ. അതിനകത്ത് നെവിനെ ജിസേലിനെ നിർത്തിയിട്ട് വീണ്ടും സംസാരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ എനിക്ക് ഇച്ചിരി നല്ലപോലെ മലയാളവും പഠിക്കണം. പിന്നെ ഞാൻ ഇവിടുന്ന് പുറത്ത് വരുമ്പോൾ നല്ല പച്ച മലയാളി ആയിട്ട് വരും. അവിടെ നെവിൻ ഇന്ന് ചിരിക്കുന്നുണ്ടോ? ഇതേ ചിരി തന്നെയാണ് സുഹൃത്തുക്കളെ എനിക്കും തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ എന്തായാലും പുറത്ത് പോകുന്ന ഇതിൽ നിൽക്കുകയാണ്, ഈ ഒരു അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുകയാണ്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് ആ രീതിയിൽ ചോദിച്ചാൽ. അപ്പോൾ എനിക്കിങ്ങനെ പച്ച മലയാളിയായിട്ട് തിരിച്ചു പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോൾ നെവിൻ ചിരിച്ചില്ലേ? സെയിം ചിരി എനിക്ക് തോന്നിയതാണ്. അവിടെ വേറെ ആരും ചിരിച്ചില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരും സേഫ് ആണെന്ന് പറഞ്ഞു നമ്മളെ പറ്റിച്ചാണ് സുഹൃത്തുക്കളെ. ഒരാൾ മാത്രമേ എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജിസേലിനെ നെവിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുൻഷി രഞ്ജിത്താണെങ്കിൽ ആ ഒരു ലാലേട്ടൻ്റെ അടുത്തോട്ട് വരികയാണ്. അവിടെ വന്നിട്ട് ഒരു പരാതി കൂടി മുൻഷി രഞ്ജിത്തിനെതിരെ വന്നേക്കുന്ന വായിക്കാണ്. മറ്റാരുമല്ല, റെന ഫാത്തിമാണ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം ഈ കുട്ടി വരുമ്പോൾ പ്രായത്തിൽ കുറഞ്ഞാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകന്നിരിക്കുക, മാറിയിരിക്കുക, കുട്ടിയുടെ അടുത്ത് എന്തൊക്കെയോ ദേഷ്യം കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, ഒരു കൊച്ചുകുട്ടിയല്ലേ എന്നുള്ളൊരു വാത്സല്യം എനിക്കുണ്ടായിരുന്നു. ആ രീതിയിൽ പറഞ്ഞ പല തമാശകളും ആ കുട്ടിക്ക് ഹേർട്ടായി. അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ മാറിയുന്നത്, അല്ലാതെ ആ കുട്ടിക്ക് ഒന്നും ആ കുട്ടിയുടെ ദേഷ്യം കാര്യങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പരാതിപ്പെട്ടിലാണെങ്കിൽ ഇദ്ദേഹം ഒരു പരാതി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പരാതി എന്താണെന്നുള്ളത് ലാലേട്ടൻ തന്നെ വായിക്കുന്നുണ്ട്. എനിക്ക് ലാൽ സാറിനോട് അറിയിക്കാൻ മാത്രം പരാതികൾ ഒന്നും തന്നെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്കിങ്ങനെ അയ്യോ എന്നായി പോയി കേട്ടോ. കാര്യം വെച്ചാൽ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി എഴുതിയപ്പോഴത്തേക്കിനാണെങ്കിൽ ആ വ്യക്തിക്കാണെങ്കിൽ അവിടെയുള്ള ആരോടും ഒരു പരാതി ഒരു പരിഭവവും ഇല്ല. കാര്യം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ എല്ലാവരുടെ അടുത്ത് ആ ഒരു സ്നേഹം മാത്രം. ഇപ്പം രനയുടെ അടുത്താണെങ്കിൽ ആ കാണിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. പുള്ളി പക്ഷേ നൈസായിരുന്നു. ഈ ഒരു പരാതി പുള്ളിയുടെ കണ്ടപ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു നല്ലൊരു മനസ്സിലായത്. പക്ഷെ എന്ത് ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഔട്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാണെങ്കിൽ പുള്ളിക്ക് അത്രത്തോളം ഒരു ഗെയിം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഈ ഒരു രീതിയിൽ തന്നെ പോയി. ഇത്രയും ദിവസമാണെങ്കിലും പുള്ളി അത്രത്തോളം വലിയ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷം എപ്പിസോഡ് തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് അവസാന കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഈ ആതിര നൂറിൻ്റെ അടുത്ത് അനീഷ് വന്നിരുന്ന് സംസാരിക്കുന്ന ഇത് കാണിക്കുന്നുണ്ട്. അവർ ഇരുന്നിട്ട് ഭയങ്കര നൈസായിട്ട് അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് ആണെങ്കിൽ ഇരുന്നിട്ട് ഇല്ല നിങ്ങൾ അങ്ങനെ നാടകമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ പിന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനീഷ് ചോദിച്ചതേ ഉള്ളൂ എന്നുള്ളതാണ് അനീഷ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ചോദിച്ചതുള്ളൂ. പക്ഷെ അവർ പറയുന്നുണ്ട് ചോദിച്ചല്ല, നിങ്ങൾ ബാധിച്ചതാണ്. ഈ ഹൗസിൽ ആരടുത്ത് ചോദിച്ചാലും ബാധിച്ചാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അനീഷ് അവിടെ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ അവസാനമായിട്ട് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് സീസൺ 7 ഇവിടെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വലിയ മുതലാളി പറയുന്നുണ്ട്. എൻ്റെ വലിയ മുതലാളി, ഇത് ആരെയാണ് നിങ്ങൾ ഈ പറഞ്ഞു പറ്റിക്കണേ? ഇത്രയും കോടികൾ മുടക്കിയേക്കുന്ന ഈ ഒരു ഷോ ആകെപ്പാടെ ഒരൊറ്റ തവണയാണ് പകുതിക്ക് വെച്ച് നിന്ന് പോയത്. അന്ന് ആ ഒരു കൊറോണയുടെ ആ ഒരു ടൈമിൽ മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിർത്തേണ്ട ഒരു ആവശ്യകതയും ഇല്ല. അങ്ങനെ തന്നെ നമ്മളെ ആൾക്കാരെ പറ്റിക്കുന്നൊരു പരിപാടിയാണ് നമ്മുടെ വലിയ മുതലാളി കാണിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 ആണെങ്കിൽ നിർത്താൻ പോവാ, നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൊച്ചു കള്ളൻ അല്ല വലിയ കള്ളൻ. വലിയ മുതലാളി ആകുമ്പോൾ വലിയ കള്ളനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.